നമ്മുടെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ വീടിനെ എങ്ങനെ ഭംഗിയാക്കാം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാം എന്നുള്ള ചിന്തയിലാണ്. പല രൂപത്തിലുള്ള വീടുകൾ നമുക്കിന്ന് കാണാം. എന്നാൽ എങ്ങനെയായിരുന്നു പ്രവാചകന്റെ വീട്? വിശുദ്ധ ഖുർആൻ 49 അധ്യായം സൂറത്തുൽ ഹുജറാത്ത്, അതിൽ 4-ാമത്തെ വചനത്തിൽ ഹുജറാത്ത് എന്ന് പരാമർശിച്ചത് കൊണ്ടാണ് ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ? അറകൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മറക്കപ്പെട്ടവ എന്നാണ് അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഹിജറ വന്നതിന് ശേഷം ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് മസ്ജിദുൻ നബവിയാണ്. അതിനുശേഷമാണ് പ്രവാചകന് വേണ്ടി വീടുകൾ തയ്യാറാക്കുന്നത്. ഏകദേശം 9 വീടുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം നിർമ്മിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ആ ഒരു വീട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു വീട്ടിൽ ഒരാൾ നിന്നുകൊണ്ട് അയാളുടെ കൈ ഉയർത്തിയാൽ അതിന്റെ മേൽപ്പൂര തട്ടുമായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. ആ വീട്ടിൽ ഒരു സഹ്വ ഉണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതിലായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കാറുണ്ടായിരുന്നത്, അഥവാ ഒരു മുറി. ആ ഒരു വീട്ടിൽ മഷ്റൂബയും ഉണ്ടായിരുന്നു എന്ന ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും. ആ മഷ്റൂബ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ, സാധനങ്ങൾ സൂക്ഷിക്കുവാനും. അതേപോലെ പ്രവാചകൻ അവിടെ കിടന്നിരുന്നു എന്നും ഇരുന്നു കൊണ്ട് നമസ്കരിച്ചിരുന്നു എന്നും നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും, ഹദീസുകളിൽ കാണുവാൻ കഴിയും. ഈ ഒരു മഷ്റൂബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കിടക്കുന്ന സമയത്ത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടപ്പോൾ പ്രവാചകന്റെ പുറത്ത് പനയോലകൾ കൊണ്ടുള്ള പാടുകൾ കാണാൻ ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, റോമും പേർഷ്യയും ഭരിക്കുന്ന ചക്രവർത്തികൾ അതീവ സുഖസൗകര്യങ്ങളോടുകൂടെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ നേതാവായ, മുസ്ലിമീങ്ങളുടെ നേതാവായ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ അങ്ങ് ഇതിലാണോ കിടന്നുറങ്ങുന്നത് എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് ദുനിയാവുണ്ട്, നമുക്ക് പരലോകമുണ്ട് മറേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടന്ന ചരിത്രങ്ങളും ഹദീസുകളും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പിന്നീട് മസ്ജിദുൻ നബവി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖൈബർ യുദ്ധത്തിന് ശേഷം കുറച്ചൊന്ന് വിപുലീകരിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും പള്ളി ഒന്ന് വിപുലീകരിക്കുന്നുണ്ട്. പിന്നെ ഖുലഫാഉർ റാഷിദീന്റെ 30 വർഷങ്ങൾക്ക് ശേഷം ഹിജറ 86-ൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ചുമതലയേൽക്കുകയാണ്. അന്ന് അവരുടെ ഗവർണറായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. അന്ന് പള്ളി വിപുലീകരിക്കുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാ ഹുജറകളും പൊളിച്ചു മാറ്റപ്പെടുകയാണ്. അന്ന് ആ ഒരു കൽപ്പന പ്രകാരം അത് പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ സങ്കടപ്പെട്ടു എന്നും ഒരുപാട് ഫുഖഹാക്കൾ അതിനെ എതിർത്തു എന്നും കാണുവാൻ കഴിയും. എന്നാൽ ഖലീഫയുടെ ഉത്തരവല്ലേ, അത് പാലിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവനായി പൊളിച്ചു മാറ്റപ്പെടുകയാണ്. അത് പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഒരു സംഭവം കാണുവാൻ കഴിയും. സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ ജനിച്ചു വളരുന്നവർക്കും പുറത്തു നിന്ന് വരുന്നവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ സാധിക്കുമാർ ആ ഹുജറകൾ അതേപോലെ വിട്ടേച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. പെരുമയും പത്രാസും കാണിക്കുന്നതിൽ ജനങ്ങൾക്ക് വിരസത തോന്നുവാൻ അത് മതിയാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്.